നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഇത്രയും ആകുലപ്പെടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു വോട്ട് ചെയ്യാനുള്ള മനസ്സൂടെ കാണിച്ചാൽ മതി. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ, UDFന്റെ സ്ഥാനാർത്ഥികളെ എങ്ങനെ തീരുമാനിക്കണം, എപ്പോൾ തീരുമാനിക്കണം, അതിനൊക്കെ ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ട്. അത് തീരുമാനിച്ച് അറിയിക്കും. നോമിനേഷൻ കൊടുക്കേണ്ട സമയത്ത് നോമിനേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നോമിനേഷൻ ആരൊക്കെ കൊടുക്കണം, ആരെയൊക്കെ മത്സരിപ്പിക്കണം. ഈ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ലേ കേരളത്തിൽ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ പോയി പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്? രാധാകൃഷ്ണൻ മാത്രമാണോ മത്സരിച്ചത്? 5-6 പേര് മത്സരിച്ചില്ലേ പാർലമെൻറ്റിലേക്ക്? അതുകൊണ്ട് നാളെ MP-മാർ മത്സരിക്കുന്നതിന് അനിൽ ബോസ് അനുകൂലമാണോ എന്ന് വെച്ചാൽ ഞാൻ അനുകൂലമല്ല. ആ അഭിപ്രായം ഞാൻ പറയുന്നതിന് എനിക്ക് മടിയില്ലാത്ത ആളാണ്. അത് അകത്ത് പറയേണ്ടതാണ് അകത്ത് പറയും, പുറത്ത് പറയേണ്ടതാണ് പുറത്ത് പറയും. ചിലപ്പോൾ നിർണായകമായ സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ പാർട്ടിക്ക് എടുക്കേണ്ടതായി വരാം. അനിൽ ബോസ് ആ പോയിന്റിൽ ഞാൻ ചോദിച്ചിട്ട് അനിൽ ബോസിന്റെ അഭിപ്രായം, അനിൽ ബോസ് പറയാണ് MP-മാർ മത്സരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തിപരമായ അതിനോട് യോജിപ്പില്ല. കോൺഗ്രസിൽ ബഹുഭൂരിപക്ഷം ആളുകളും നേതാക്കളും എല്ലാം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവരാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി വികാരത്തെ മാനിച്ച് മാറി നിൽക്കുന്നവരാണ്. പക്ഷെ 1, 2, മാക്സിമം 3 പേർ അങ്ങോട്ട് ബലം പിടിക്കുകയാണ്. ആ ബലത്തിന് പിന്നിൽ നോക്കൂ, ഇതൊരു നിർണായക സന്ദർഭത്തിൽ ഈ പാർട്ടി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഒക്കെ നിന്ന് അപേക്ഷിക്കുകയാണ് എന്ന് വന്നാൽ ജനം അതിനെ കാണുന്നത് എങ്ങനെയാണ്? ജനം എപ്പോഴും ഒരു സ്റ്റേബിൾ ലീഡർഷിപ്പിനെ ആഗ്രഹിക്കുന്നു, പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും കിടന്ന് സുധാകരൻ എന്ന് പറയുന്ന വന്ധ്യവയോധികൻ്റെ ഈ പിടുത്തത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ കളയാൻ സമയമുണ്ടോ? അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനനുസരിച്ചല്ല കാര്യങ്ങൾ. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളിൽ MP-മാർ അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ചില ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് ചർച്ച ചെയ്യേണ്ട ലീഡർഷിപ്പ് വേറെയാണെന്ന്. ആ ലീഡർഷിപ്പ് വേറെയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുണ്ട്, പാർട്ടി അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്, കാര്യങ്ങളുണ്ട്. അവിടുന്ന് പ്രപ്പോസൽ എന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടെ MP വേണോ MP വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന വേറെ ആളുകളാണ്. വേറെ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചോളും. അതിനെക്കുറിച്ച് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ആളുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി എന്നുള്ളതാണ് അനിൽ ബോസിന്റെ പോയിന്റ്. കേൾക്കൂ, അങ്ങനല്ല. നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങൾ നിഷാദ് ഒരു ഒറ്റ സെക്കൻഡ്, നിങ്ങൾ പോവല്ലേ. നിലവിൽ കോൺഗ്രസ് പ്രസിഡന്റ് ടേബിൾ ഇരിക്കുന്ന ഒരു മാറ്ററാണ് MP മത്സരിക്കണമോ മത്സരിക്കേണ്ടതുണ്ടോ, MP-മാർ മത്സരിക്കണമോ മത്സരിക്കേണ്ടതുണ്ടോ. അതൊക്കെ പ്രിവിലേജ്, കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രിവിലേജാണ്. CLP ലീഡർ എന്നുള്ള നിലയിൽ, ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയിൽ, മുൻ കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ വീറ്റോ ചെയ്യാൻ അധികാരമുള്ള രാഹുൽ ഗാന്ധി അവരടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അവർ തീരുമാനിച്ചോളും. ഞങ്ങളിപ്പോൾ കേരളത്തിൽ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് 40 സ്ഥാനാർത്ഥികളൂടെ പ്രഖ്യാപിക്കാനുണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം കൂടെ. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ടേബിളിൽ ഇരിക്കുന്ന കാര്യമാണ്. MP-മാർ എന്ന് പറയുന്ന ഈ നേതാക്കൾ മത്സരിക്കുക, അവർ നിങ്ങളുടെ സ്ക്വാഡിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുക, അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഇത്? ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണോ നിങ്ങൾ കാണുന്നത്? അതോ അതിനപ്പുറത്ത് സുധാകരനും അടൂർ പ്രകാശും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന നേതാക്കളൊക്കെ ഇല്ലെങ്കിൽ തോറ്റുപോകും എന്ന നിലയ്ക്ക്, അതുകൊണ്ട് നേതാക്കൾ പ്രധാനം എന്ന മട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ? അതോ മുന്നണിയും പാർട്ടിയും അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും പ്രധാനവും? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ നിലയിൽ അങ്ങനൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. MP-മാർ മത്സരിച്ചാലേ ജയിക്കൂ എന്നൊന്നും കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവും ധരിക്കുന്നില്ല. അത് ഞങ്ങൾ പല കാര്യങ്ങളും ആലോചിക്കുന്നു, പല സ്ട്രാറ്റജികളുണ്ട്. തെരഞ്ഞെടുപ്പിൽ ചിലരെ ഞങ്ങൾക്ക് നിർബന്ധമായി മത്സരിപ്പിക്കേണ്ടതായിട്ട് വരും. ചിലർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ചെലുത്തി മത്സരിപ്പിക്കേണ്ടതായിട്ട് വരും. ചിലർ എത്ര മത്സരിക്കാൻ ആഗ്രഹിച്ചാലും ചിലർക്ക് നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നോക്കൂ. ഇവിടെ സുധാകരൻ ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് പോവേണ്ടി വന്നു. അദ്ദേഹം അങ്ങനെ അതിഗംഭീരമായി പാർട്ടിയെ നയിച്ചിട്ടല്ല പോയത്. അദ്ദേഹത്തിന് ചില വീഴ്ചകൾ പറ്റി, അദ്ദേഹം സെമി കേഡർ എന്നൊക്കെ അവകാശപ്പെട്ടെങ്കിൽ ആ നിലയ്ക്ക് അത് ഫലിപ്പിക്കാൻ അതിന് പറ്റിയില്ലെന്ന് മാത്രമല്ല, അവസാന കാലമായപ്പോൾ അതിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും അദ്ദേഹം മാറിയിരിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ മത്സരിച്ച് വീണ്ടും MP ആയി. ഞാൻ ചോദിക്കുന്നത്, സുധാകരൻ അങ്ങനെ കോൺഗ്രസിനെ ആകമാനം വിറപ്പിക്കാൻ, സുധാകരന് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ മാറി നിന്നാൽ കോൺഗ്രസ് ആകെ ഒരു മേഖലയിൽ വീണുപോകുമെന്നൊക്കെ വിചാരിക്കാൻ തക്കവണ്ണമുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഞാൻ വിചാരിക്കുന്നത് സുധാകരൻ ഒറ്റയ്ക്കല്ല ഈ സമ്മർദ്ദ രാഷ്ട്രീയം എടുക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ട് ചില ആളുകൾ നിങ്ങൾ ഈ പൊസിഷനിൽ നിൽക്കൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ MP-മാർ മത്സരിക്കേണ്ടതില്ല, MP-മാർ കളത്തിലിറങ്ങേണ്ടതില്ല എന്ന ഈ സീലിംഗ് ഉണ്ടല്ലോ, ആ സീലിംഗ് വരാൻ പാടില്ല. വന്നാൽ പലതരത്തിലുള്ള ഭാവി സാധ്യതകളെ അത് ബാധിക്കും. അതുകൊണ്ട് സുധാകരൻ്റെ പിന്നിൽ ഒരു പവർ ഹൗസ് വേറെ ഉണ്ട് എന്ന് നമുക്ക് ന്യായമായി വിചാരിച്ചുകൂടെ സിച്ചക്കുട്ടി? അല്ല, ഞാൻ ആ വിഷയത്തിൽ ഞാൻ നേരത്തെ ഞാൻ കേട്ട ചില സൂചനകളെ കുറിച്ച് പറഞ്ഞു. അത്
വീണ്ടും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ കോൺഗ്രസിനകത്ത് പവർ പൊളിറ്റിക്സ് ഉണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സുധാകരന് അത്ര സ്വാധീനമില്ലാത്ത ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബേസ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേക്കുട്ടി സാർ ഒരു സെക്കൻഡ്, നമ്മൾ തമ്മിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, ഒറ്റ സെക്കൻഡ് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കണ്ണൂർ വികാരം ഉണ്ടായില്ലല്ലോ. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ണൂർ വികാരം ഉണ്ടായില്ലല്ലോ. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ണൂർ വികാരം ഉണ്ടായില്ലല്ലോ. നിയമസഭയിലേക്ക് ഉദുമയെ പോയല്ലേ മത്സരിച്ചത്. അപ്പം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കൾ ഓരോ ഘട്ടങ്ങളിൽ ഓരോ നിലപാടുകൾ പ്രഖ്യാപിക്കും. ശ്രീ കെ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ കണ്ണൂർ മത്സരിക്കണമെന്ന് ഇപ്പോഴാഗ്രഹം വന്നു. ഇതിനു മുമ്പ് 3-4 തെരഞ്ഞെടുപ്പുകൾ നടന്നതേ അദ്ദേഹം മത്സരിക്കാതെ. അദ്ദേഹം കാസർഗോഡാണ് പോയി മത്സരിച്ചത്. അപ്പോൾ ഇത് ഓരോ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ വൈകാരികത പറയുന്നെങ്കിൽ മുൻകാലത്ത് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? അദ്ദേഹം എന്തിനാ ഉദുമയെ പോയെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? അപ്പം തെരഞ്ഞെടുപ്പിൽ എത്ര മുതിർന്ന നേതാവായാലും എത്ര ചെറിയ ആളായാലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസരത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തും.